നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതും മനുഷ്യനിൽ നിന്ന് പ്രാപിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മെ പൂർണ്ണമായി മുറ്റുമായി അനുഗ്രഹിക്കും. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ സകലതും വ്യക്തമായി സംസാരിക്കും. ദൈവം നമുക്ക് തരുമ്പോൾ മതിയോ മതിയോ എന്ന് ചോദിച്ചു തരും. എന്നാൽ മനുഷ്യൻ തരുമ്പോൾ കുറച്ചേ തരത്തുള്ളൂ. ഇച്ചിരിച്ച് തന്നാൽ തിരികെ ചോദിക്കുകയും ചെയ്യും. അത് കൂടുതലായിട്ട് പതിവായിട്ട് തന്നാൽ തരുന്നവർ മടുക്കും. പക്ഷെങ്കിൽ ദൈവം തന്നാൽ ഒരിക്കലും മടുക്കുകയില്ല. നമുക്കിഷ്ടം പോലെ വാരി വിതറി തരും. ദൈവം നമ്മെ ബലപ്പെടുത്തുമ്പോൾ പൂർണ്ണമായി ബലപ്പെടുത്തും. ദൈവം നമ്മെ സൗഖ്യമാക്കുമ്പോൾ അത് പരിപൂർണമായ സൗഖ്യമായിരിക്കും. നോക്കൂ, 38 വർഷമായി കിടന്ന പക്ഷപാതക്കാരനോട് കർത്താവ് പറയുന്നതായ വാക്ക്, നിന്റെ കിടക്ക എടുത്തും കൊണ്ട് നടക്കുക. അവൻ്റെ നരിയാണികളെ ഉറപ്പിച്ച് അവൻ്റെ ശരീരത്തിന് ബലം കൊടുത്ത് അവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ദൈവം അവനെ ധൈര്യപ്പെടുത്തിയതിന് ശേഷമാണ് അവനോട് പറയുന്നത്, നിന്റെ കിടക്ക എടുത്തും കൊണ്ട് നടക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കും, ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് കിടക്ക എടുപ്പിക്കണോ? നോക്കൂ, എന്തുകൊണ്ടാണ് കർത്താവ് പക്ഷപാതക്കാരനോട് അല്ലെങ്കിൽ സുഖമില്ലാതിരുന്ന പലരോടും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കിടക്ക എടുത്തും കൊണ്ട് നടക്കുക. സാധാരണ പക്ഷപാതക്കാർക്കൊരു സ്വഭാവമുണ്ട്, എപ്പോഴും കിടക്കണം. അവർ കിടക്ക കണ്ടാൽ ഉടനെ ആ കിടക്കയോട് അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അങ്ങനെയാണ് ആ രോഗം. അവർക്കൊരു താങ്ങില്ലാത്തത് കൊണ്ട്, താങ്ങില്ലാതെ വന്നാൽ അവർ തളർന്നു വീഴും. അതുകൊണ്ട് അവർ ഫ്ലാറ്റായിട്ട് അങ്ങ് കിടക്കുകയായിരിക്കും. ആ കിടക്കയും വർഷങ്ങളായിട്ട് ചില മനുഷ്യരെ ചുമ്മി ആ കിടക്കയ്ക്ക് തന്നെ ഒരു വിശ്രാമമില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഇനിയും പിന്നെ വന്ന് നിന്റെ കിടക്കയെ നോക്കി കിടക്കണമെന്നുള്ള മോഹം നിന്നിൽ ജനിക്കാതിരിക്കേണ്ടത്, ഇല്ലെങ്കിൽ കിടക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിന്നിൽ ഇനിയും ഉണ്ടാകാതിരിക്കേണ്ടതിന്, ആ കിടക്കയോടുള്ളതായ ഒരു പ്രിയവും സ്നേഹവും നിനക്കിനിയും ഉണ്ടാകാതിരിക്കേണ്ടതിന് നീ സൗഖ്യമാകുമ്പോൾ ആ കിടക്കയും എടുത്തും കൊണ്ട് വേണം നടക്കുവാൻ. നോക്കൂ, എത്ര അത്ഭുതകരമാർന്ന വിടുതലാണ് എന്ന് പറഞ്ഞാൽ, ആ പക്ഷപാത രോഗിക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരസുഖം പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അത് പൂർണ്ണമായിട്ടുള്ളതായ വിടുതൽ. അതൊരു താൽക്കാലികമല്ല. ആയിരുന്നെങ്കിൽ നിന്റെ കിടക്ക അവിടെ വെച്ചേര്, വയ്യാത്തപ്പോൾ വന്ന് കിടക്കാം എന്ന് ദൈവം കർത്താവ് പറയുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ കിടക്കയ്ക്കും വിശ്രാമം നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കുകയാണെങ്കിലോ അത് 4 വഴിക്ക് നിന്നും ദൈവം സഹായിക്കും. ദൈവം ചില കാര്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്തിയാലോ അത് പൂർണ്ണമായിട്ടുള്ള വെളിപ്പാടായിരിക്കും. ദൈവം നമുക്ക് ചിലപ്പോൾ ദർശനം തന്നെങ്കിലോ അത് സമ്പൂർണമായിട്ടുള്ള ഒരു ദർശനമായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അത് എന്നും നിലനിൽക്കുന്ന സ്നേഹം. കാരണം ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഇത്ര വലിയ ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതിൻ്റെ വിലയെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനിൽ നിന്നും ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ലഭിക്കും എന്ന് വിചാരിച്ച പല ഭാഗങ്ങളും ആ വാതിലുകൾ അടയുമ്പോൾ തുറക്കപ്പെടുന്നതായ ദൈവം തുറന്നു തരുന്നതായ ആ വാതിലുകൾ അതെത്ര മനോഹരമാണെന്ന് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മനസ്സിലാവുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു പ്രിയ പുരുഷന്റെ അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യന്റെ, ദൈവഭക്തന്റെ കഥയെ ഈ പ്രാവശ്യം ഓർക്കുകയാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിന് 19-ാം വാക്യത്തിൽ വരുമ്പോൾ 21 ദിവസത്തെ ഉപവാസം ദാനിയേൽ എടുത്തു. അങ്ങനെ ഒരു ഉപവാസം, കഠിന ഉപവാസം എടുക്കുവാൻ ഒരു കാരണമുണ്ട്. താൻ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിന് അർത്ഥം എന്താണെന്നും അതിൻ്റെ ഗതി എന്താണെന്നും തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ ജനത്തോടുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, പദ്ധതി എന്താണ്, ഇത്രയും നാളും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കിടന്ന് നിലവിളിച്ചതിന് ഒരു പ്രയോജനവും ഇല്ലയോ എന്നൊക്കെ അറിയുവാൻ വേണ്ടി ദാനിയേൽ 21 ദിവസത്തെ ഉപവാസം എടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജാഗരിച്ചിരിക്കുക. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു,
5 ദിവസം കഴിഞ്ഞു, 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 20 കഴിഞ്ഞു. ദൈവത്തിൽ നിന്ന് യാതൊരു മറുപടിയുമില്ല. 21-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കങ്ങ് പ്രയാസമാണ്. ഇത്രയും നാളും ഞാൻ കിടന്ന് നിലവിളിച്ചിട്ട് എനിക്ക് ഒരു മറുപടിയും ഇല്ലല്ലോ, ദൈവം എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ അങ്ങ് ചിന്തിച്ചേക്കും. വിശുദ്ധനായ ദാനിയേലിനെ പോലൊരു വിശുദ്ധൻ നമുക്കാർക്കും ആ ക്വാളിറ്റിയിലേക്ക് എത്തുവാൻ കഴിയില്ല. എങ്കിലും ദൈവം 21 ദിവസം വെയിറ്റ് ചെയ്തു. താൻ ദൈവത്തോട് പറഞ്ഞതാണ്. 3 ആഴ്ചത്തെ ഉപവാസം ദൈവത്തോട് അവൻ വാഗ്ദത്തം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടാണ് അവൻ കിടക്കുന്നത്. ദൈവം ആ അവസാന സമയത്തിൽ മാത്രമാണ് അവൻ്റെ അടുത്ത് വന്നത്. 21-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടു. ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ഉപവാസത്തെ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ ഒരുപക്ഷെങ്കിൽ നീ വിചാരിച്ചു കാണും, 21 ദിവസവും നിന്റെ അടുത്ത് വന്നില്ലല്ലോ, നിനക്കൊരു മറുപടി തന്നില്ലല്ലോ. പക്ഷെങ്കിൽ ദൈവം തനിക്ക് മറുപടി കൊടുത്തപ്പോൾ പറയുന്നത്, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ നിനക്ക് തരുവാനുള്ള മറുപടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ നിനക്ക് തരുവാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതനെ കണ്ടപ്പോൾ ദാനിയേലിൻ്റെ നരിയാണികളുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു. താൻ ബലഹീനനായി, താൻ താഴെ വീഴുന്ന ലക്ഷണമായി. ദൂതൻ അവനെ തൊട്ടു. എന്നിട്ട് അതിൻ്റെ 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എനിക്ക് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രിയപ്പെട്ട ഒരു പുരുഷനെ കണ്ടുകിട്ടുവാൻ കഷ്ടം. ദാനിയേലിനോട് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത്. ദൈവത്തിൻ്റെ ദൂതൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ദൂതൻ ദാനിയേലിനോട് സംസാരിച്ചത് അങ്ങനെയാണ്. ആ വാക്യം അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ അവിടെ 2-3 വാക്യങ്ങളിൽ ഉരുത്തിരിയുന്നതായ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ രഹസ്യം, ഒരു ഭക്തനോട് ദൈവം ഇടപെടുന്നതായ രീതി, അത് വളരെ വിചിത്രം തന്നെ. നമുക്ക് മറ്റൊന്നിനോടും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്തതൊന്നാണ്. നോക്കൂ, ദാനിയേലിനെ തൊട്ട് ദൈവം ബലപ്പെടുത്തി. ദാനിയേല് ബലപ്പെട്ടിരുന്നപ്പോൾ ആ ദൂതൻ സംസാരിക്കുകയാണ്, ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ ദാനിയേലേ, നീ സമാധാനമായിരിക്കുക. ആദ്യം അവന് സമാധാനം കൊടുത്തു. അവനും ദാനിയേലും ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തെ ആദ്യം അരക്കിട്ടുറപ്പിച്ചു. പ്രിയപ്പെട്ടവൻ, നീ എനിക്ക് പ്രിയ പുത്രൻ, നീ എൻ്റെ വാത്സല്യ പുത്രൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നോക്കൂ, നല്ല ഇൻട്രൊഡക്ഷൻ അല്ലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ. ദൈവത്തിൻ്റെ ആലോചന അങ്ങനെയാണ് തുടങ്ങുന്നത്. എനിക്കിഷ്ടമില്ലാത്ത പുരുഷ, എനിക്കിഷ്ടമില്ലാത്ത മകളെ, മകനെ എന്ന് പറഞ്ഞല്ല ദൈവം നമ്മെ സമീപിക്കുന്നത്. ദൈവത്തിൻ്റെ സമീപനം തന്നെ സ്നേഹത്താൽ നിറഞ്ഞതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ, നീ അതിനുശേഷം ദൈവത്തിൻ്റെ റിലേഷൻ സ്ഥാപിച്ചതിന് ശേഷം ദൂതൻ പറയുകയാണ്, സമാധാനമായിരിക്കുക. അതിൻ്റെ അടുത്തത് ദൈവം നമുക്ക് സമാധാനം തരും. നോക്കൂ, കർത്താവ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ശിഷ്യന്മാർക്ക് പലപ്പോഴും ഉയിർപ്പിന് ശേഷം അതിനു മുമ്പും കർത്താവ് പലയിടത്തും അപ്രത്യക്ഷമായതിനു ശേഷം അവർക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് പറയുന്ന വാക്കാണ് സമാധാനമായിരിക്കുക. ശലോം, സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ സമാധാനം കൊണ്ടുവരും. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കും. സമാധാനം നാം മറ്റുള്ളവർക്കും കൊടുക്കുന്നവരായി, സമാധാനത്തെ ഉൽപ്പാദിപ്പിക്കുന്നവരായി മാറും. അതിനുശേഷം ദൈവത്തിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ്, എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രാധാന്യമുള്ള 2 വാക്കുകൾ പറയുന്നുണ്ട്. ഒന്ന്, ബലപ്പെട്ടിരിക്കുക. അതെന്താണ്? 2 പ്രാവശ്യം ബലപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒന്ന് നിന്റെ ആത്മാവിലുള്ള ബലം, 2 നിന്റെ ശരീരത്തിലുള്ള ബലം. ദൈവം നമുക്ക് തരുമ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ള ബലമാണ് തരുന്നത്. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും അതാണ് നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ ആ സത്രത്തിൻ്റെ ഉടമസ്ഥനോട് ആ വന്ന ശമരിയക്കാരൻ കൊടുക്കുന്ന 2 കാശുണ്ട്. അതെന്താണെന്ന് അറിയാമോ? 2 കാശ് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ. ഇതാ
ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. അതിൽ കൂടുതൽ വല്ലതും നീ ചെലവഴിച്ചാൽ അത് ഞാൻ വരുമ്പോൾ തരാം. അത് വേറെ വിഷയമാണ്, ഞാൻ വേറൊരു സമയത്ത് പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവം നമുക്ക് തരുമ്പോൾ രണ്ട് രീതിയിലുള്ള ബലപ്പെട്ടിരിക്കുക. ആദ്യം ദൈവം നാമുമായിട്ടുള്ളതായ ആ ബന്ധത്തെ സ്ഥാപിക്കുന്നു. ഊഷ്മളമായ ബന്ധം, ഊഷ്മളമായ വാക്ക്, ഊഷ്മളമായ ആ സ്നേഹപ്രകടനം, ആ സംബോധനം, അതത്ര മാധുര്യമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ. അതിനുശേഷം ദൈവം നമുക്ക് സമാധാനമായിരിക്കുക. ആ സമാധാനത്തിന് ശേഷം ദൈവം നോക്കുമ്പോൾ നമുക്ക് ബലം ആവശ്യമാണെന്ന് തോന്നുന്നു. എങ്ങനെയുള്ള ബലമാണ് ദൈവം തരുന്നത്? ദൈവം ആത്മാവിൽ നമ്മെ ബലപ്പെടുത്തുന്നു. അതിനുശേഷം ദൈവം നമ്മെ ശരീരത്തിൽ ബലപ്പെടുത്തുന്നു. നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ബന്ധം, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, വെറും ഒരു കൂട്ടായ്മയ്ക്ക് പോകുന്നതും ദൈവവചനം വായിക്കുന്നതും ആത്മാവിൽ നിറയുന്നതും മാത്രമല്ല. ഈ ലോകത്തിലും നമ്മൾ ബലമായിരിക്കേണ്ടതിന്, ശക്തിയായിരിക്കേണ്ടതിന് നമുക്ക് ആവശ്യമുള്ള ആഹാരം, അതാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് അന്നത്തേക്കുള്ളതായ ആഹാരം തരണമേ, അത് ആവശ്യമെന്ന് കർത്താവ് അറിയുന്നു. ചിലരൊക്കെ അത് അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ നമുക്കോ അത് ആവശ്യമെന്ന് കർത്താവ് അറിയുന്നു. കർത്താവ് പറയാൻ, ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം 21 ദിവസം ഉപവാസം എടുത്ത് താൻ ശരീരത്തിൽ ക്ഷീണിച്ച് ബലഹീനനായിരിക്കുകയാണ്. എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുവാൻ പോലും കഴിയില്ല. അവനെ ബലപ്പെടുത്തിയതിന് ശേഷം കർത്താവ് പറയുകയാണ്, അവനെ തൊട്ട് സൗഖ്യമാക്കിയതിന് ശേഷം പറയുകയാണ്, ബലപ്പെട്ടിരിക്കുക, ആത്മാവിൽ ബലപ്പെട്ടിരിക്കുക, ശരീരത്തിൽ ബലപ്പെട്ടിരിക്കുക. അതിനുശേഷം ആ ദൂതൻ പറയുന്നതായ ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ഞാൻ നിന്നെ ധരിപ്പിക്കും. അതേതാണ് ഈ സത്യഗ്രന്ഥം? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യഗ്രന്ഥം അത് എവിടെയാണ് ഈ സത്യഗ്രന്ഥം? എന്തായാലും അത് വേദപുസ്തകമല്ല. കാരണം അന്ന് വേദപുസ്തകം പ്രിന്റ് ചെയ്തിട്ടില്ല, വേദപുസ്തകം ഉണ്ടായിട്ടില്ല. വേദപുസ്തകം ദാനിയേലിന്റെ പുസ്തകം കൂടെ ചേർത്തതാണല്ലോ വേദപുസ്തകം. അങ്ങനെയെങ്കിൽ അത് വേദപുസ്തകമല്ല, ന്യായപ്രമാണ പുസ്തകമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ചില സത്യഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും നമ്മെക്കുറിച്ചും ഒക്കെ, ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ജനമായി ഇസ്രായേലിനെ കുറിച്ചും, ദൈവം സ്നേഹിക്കുന്ന ജനങ്ങളെക്കുറിച്ചും, അത് ഇസ്രായേലിൽ കൂടെ തന്നെയല്ല, ക്രിസ്തുയേശുവിൽ കൂടെ നാമും അവന്റെ ജനമായി, സ്വന്തം ജനമായി തീർന്നിരിക്കാൻ നമ്മെക്കുറിച്ചൊക്കെയും എഴുതി വച്ചിരിക്കുന്നതായ ഒരു സത്യഗ്രന്ഥം ഉയരത്തിലുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ലോകം കാണുന്നത് പോലെ അല്ല ദൈവം നമ്മെ കാണുന്നത്. ലോകം വീക്ഷിക്കുന്നത് പോലെ അല്ല ദൈവം നമ്മെ വീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമുക്കുള്ളതായ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് സംഭവിക്കണം? എന്താണ് നമുക്ക് നമ്മുടെ മുൻപിലുള്ളത്? ഇതൊക്കെയും സത്യഗ്രന്ഥം എന്ന് പറയുന്നതായ ഒരു ഗ്രന്ഥത്തിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അനേക ഗ്രന്ഥങ്ങളുണ്ട്. അനേക ഗ്രന്ഥങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് സത്യഗ്രന്ഥം. അതിൽ കള്ളത്തരങ്ങളില്ല, അതിൽ പോഷ്കില്ല. ആരുടെയും റെക്കമെൻഡേഷനും കൊണ്ട് ഒരു FIR അവിടെ എഴുതാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുവാൻ കഴിയില്ല. എഴുതിയത് എഴുതി. ദൈവത്തിന്റെ സന്നിധിയിലുള്ളതൊക്കെയും ആ റെക്കോർഡുകൾ സത്യഗ്രന്ഥമായിരിക്കും. അത് സത്യമായിട്ട് എഴുതിയിട്ടുള്ളതായിരിക്കും. ആരെയും കളിപ്പിക്കാൻ ഒക്കത്തില്ല. ഈ ലോകത്തിൽ നമുക്ക് പലരെയും കളിപ്പിക്കാം, പലരെയും നമുക്ക് ഫോഷ്ക്ക് വിശ്വസിപ്പിക്കാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഫോഷ്ക്കിന് സ്ഥാനമില്ല. അവൻ സത്യം മാത്രമേ എഴുതിയുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലഹീനരായിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നത്, ദരിദ്രരായിരിക്കുന്നവർക്ക് വാരി വിതറി തരുന്നത്, അല്ലെങ്കിൽ സൗഖ്യമില്ലാതിരിക്കുന്ന വേദന അനുഭവിക്കുന്നവരെ എഴുന്നേറ്റ് നിൽക്കുമാറാക്കുന്നത്, പക്ഷപാതക്കാരെ എഴുന്നേറ്റ് അവരുടെ കിടക്കയെടുത്ത് നടക്കുമാറാക്കുന്നത്, സമാധാനമില്ലാത്തവരെ സമാധാനം നൽകുന്നത്, വേദനയിലായിരിക്കുന്നവരെ അവരുടെ വേദനയിൽ നിന്ന് മാറി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതിന്, വിടുതലില്ലാത്തവരെ, ബന്ധനസ്ഥലായിരിക്കുന്നവരെ വിടുതലാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സന്ദർശിച്ച പ്രഭാതം, മനോഹരമായ പ്രഭാതം. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൂത് കടന്നു വരുമ്പോൾ,
ദൈവത്തിന്റെ ദൂതൻ നിന്റെ സന്നിധിയിൽ നിന്റെ അടുത്ത് വന്ന് നിന്നെ തൊട്ടിട്ട് പറയുകയാണ്, സത്യഗ്രന്ഥത്തിൽ നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പൂർണ്ണമായി ദൈവം വെളിപ്പെടുത്തി തരും. ദൈവം നമ്മോട് സംസാരിച്ചതായ ആ വിഷയങ്ങൾ, ഈ പ്രഭാതത്തിലെ ദിവ്യ സന്ദേശം, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേലിനെ പോലെ 21 ദിവസം ദാനിയേൽ കാത്തിരുന്നത് പോലെ ആ ദാനിയേലിനോട് പറഞ്ഞത്, നീ എന്നെ 21ാമത്തെ ദിവസമായിരിക്കും കാണുന്നത്. എങ്കിലും ദാനിയേലിന് അല്പം പോലും ക്ഷീണം സംഭവിച്ചില്ല. ദൈവം തന്റെ ആലോചനയെ അറിയിക്കുവാൻ അവസാന നിമിഷമാണെങ്കിലും കടന്നു വരും. പക്ഷെ ദൈവം ദാനിയേൽ അവസാന നിമിഷമെങ്കിലും ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുമെന്നുള്ള ഒരു ചിന്ത ദാനിയേലിനുണ്ടായിരുന്നുവെങ്കിൽ, ദൈവം ദാനിയേലിനോട് പറയുന്നത്, നീ പ്രാർത്ഥന തുടങ്ങിയ ദിവസം മുതൽ, ആ നിമിഷം മുതൽ നിനക്കുള്ള മറുപടി സ്വർഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. നാം അറിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പല നാളുകൾ നമുക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്ന് വ്യാകുലപ്പെടുന്നതായ വിഷയങ്ങളുടെ മേൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസം മുതൽ അതിനുത്തരം സത്യഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിനെ പ്രാപിക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ കൃപയ്ക്കായി കാത്തിരുന്നുകൊണ്ട്, അവന്റെ വചനങ്ങൾക്കായി കാത്തിരുന്നുകൊണ്ട്, അവന്റെ പ്രവൃത്തികൾക്കായി കാത്തിരുന്നുകൊണ്ട്, അവന്റെ ആ സന്ദർശനത്തിനായി കാത്തിരുന്നുകൊണ്ട്, ക്ഷമയോട് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ ഉയരും. അവരെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. ഗോഡ് ബ്ലെസ് യു.